ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ജാറെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതാ ഒരു ബൗൾ നിറയുണ്ട്, അത് അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ചേർക്കാം, അത്രയും വേണ്ട, കുറച്ച് ചേർത്ത് അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിക്കാം. നന്നായി വെന്ത് വരട്ടെ ബീട്രൂട്ട്. ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കടുക്, ഒരു 4 കുഞ്ഞുള്ളി എന്നിവയെടുത്ത് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കാം. ഇനി ഇതാ ഇവിടെ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. അത് ഞാൻ നന്നായി തണുത്തപ്പോൾ കോരി ഒരു ജാറിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ബീട്രൂട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം, നന്നായി അരഞ്ഞു വരണം. അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നന്നായി മഷി പോലെ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ആഡ് ചെയ്യാം. കൂട്ട് നന്നായി വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്ക് ബീട്രൂട്ടിൽ എന്തെങ്കിലും അല്പം വെള്ളം ഉണ്ടെങ്കിലോ കൂട്ടിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലോ ആ വെള്ളമെല്ലാം ഇങ്ങനെ കിടന്നതിന് വറ്റി വരും. ഇനി നമുക്ക് ഈ കിച്ചടിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റി ഇതേപോലെ നല്ല ഡ്രൈ ആയി വരുന്നതാണ്. ഇതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കൂട്ട് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നന്നായി ഇരുന്ന് തണുക്കേണ്ടതാണ്. നേരത്തെ ബീട്രൂട്ട് അരച്ച് വെച്ച ആ പാത്രത്തിലോട്ട് തന്നെ ഞാൻ മാറ്റുന്നുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് നന്നായി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം തൈര് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കടുക് താളിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുഞ്ഞുള്ളി ഇടാം. കുഞ്ഞുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ എൻ്റെ ഇവിടെ കറി ലീഫില്ല, നിങ്ങൾ കറി ലീഫ് ഇവിടെ ആഡ് ചെയ്യുക. ഇതാ കടുക് താളിച്ചത് ഇവിടെ റെഡിയാണ്. ഇതാ ഞാൻ ഇവിടെ തണുക്കാൻ വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കൂട്ടിലേക്ക് തൈര് ഒഴിക്കുകയാണ്. തൈരൊഴിച്ച് നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ബീട്രൂട്ട് കിച്ചടി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കിച്ചടി ഇവിടെ തയ്യാറാണ്. ഇങ്ങനെയാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിലും ഇങ്ങനെയല്ല നിങ്ങൾ വയ്ക്കുന്നതെങ്കിലും ഇത് ദയവായി ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.